പ്രിയ മകനെ മകളെ, നിങ്ങൾ ഇന്ന് ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണോ? ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ മുന്നോട്ടൊരു വഴിയും കാണാതെ അലയുവാണോ? മക്കളെ പഠിപ്പിക്കാൻ പൈസയില്ല, വാടക കൊടുക്കാൻ നിവർത്തിയില്ല, കുഞ്ഞുങ്ങളുടെ ഫീസ് എങ്ങനെ അടയ്ക്കും, ലോൺ അടയ്ക്കാൻ, മക്കളെ കെട്ടിച്ചയക്കാൻ പണമില്ലാതെ ഒരു വഴിയും കാണാതെ ബുദ്ധിമുട്ടുവാണോ? കടഭാരം നിന്നെ ഇന്ന് വല്ലാതെ തളർത്തിക്കളഞ്ഞോ? പല വിധത്തിൽ നിന്റെ മനസ്സിന്ന് ഒത്തിരി അസ്വസ്ഥമാണോ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ഞാനൊരു വചനം പറഞ്ഞു തരാം. ഏശയ്യായുടെ പുസ്തകം 45 അധ്യായം 3 തിരുവചനം. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതവുമായി ഈ വചനത്തിന് ഒത്തിരി ബന്ധമുണ്ട്. ഇതുപോലെ വേദനിച്ച ഒരു കാലം എനിക്കുമുണ്ടായിരുന്നു. നല്ലൊരു ജോലിയില്ലാതെ വേദനിച്ച കാലത്ത്, സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്ത് ഒട്ടും പതറാതെ നിരാശയിലേക്ക് പോകാതെ ഞാൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ട് നടന്നിരുന്ന ഒരു വചനമായിരുന്നു ഇത്. വാക്കുമാറാത്ത വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ എൻ്റെ കർത്താവ് എന്നെ കൈവിട്ടില്ല. എൻ്റെ പ്രാർത്ഥന അവൻ കേട്ടു. എനിക്ക് നല്ലൊരു ജോലി തന്നു. അതിലൂടെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെട്ടു, വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമക്കളെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനത്തിലൊന്ന് വിശ്വസിച്ചേ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളെ, കടബാധ്യതകളെ, സാമ്പത്തിക പരാധീനതകളെ, ജോലിയില്ലാത്ത അവസ്ഥകളെ ഒക്കെ എടുത്തു മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് ഒരു നിമിഷം മതിയെന്ന് വിശ്വസിച്ചേ. വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. പലരും കമൻ്റ് ഇട്ട് ഞാൻ കണ്ടു, ജീവിതം മടുത്തു. എന്തിനാണ് അങ്ങനെ കരുതുന്നത്? നമ്മുടെ ദൈവം വലിയവനാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഈ സമയവും കടന്നു പോകും, ഉറപ്പാണ്. ഈ കഷ്ടതയുടെ നാളുകളും കടന്നു പോകും. നിനക്കായി നല്ല നാളുകൾ കർത്താവ് ഒരുക്കി വെച്ച് കാത്തിരിപ്പുണ്ട്. പക്ഷേ നീ എന്താ ചെയ്യേണ്ടത്? ക്ഷമയോടെ കാത്തിരിക്കണം. 1-2 തവണ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശയിലോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ക്ഷമ വേണം, ക്ഷമയോടെ കാത്തിരിക്കണം. അവൻ വരും മക്കളെ. നിന്റെ യേശു നിന്റെ ജീവിതത്തിലേക്ക് വരും. നമ്മുടെ ഈശോ വലിയവനാ. ഈശോ വന്നാൽ മതി. ഈശോ നമ്മളെ ഒന്ന് തൊട്ടാൽ മതി. കരുണയോടെ നമ്മളെ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാലയൊന്ന് കരങ്ങളിലെടുത്തേ. 33 തവണ വിശ്വാസത്തോടെ ഈ വചനം ഏറ്റുപറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക്, കടബാധ്യതകളിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ ഈ സമയം എടുത്തു മാറ്റപ്പെടട്ടെ. പ്രിയമക്കളെ, നിങ്ങൾക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾക്കതിന് പറ്റിയ സാഹചര്യമാണെങ്കിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കരങ്ങൾ വിരിച്ചു പിടിച്ച് ജപമാല കരങ്ങളിലെടുത്ത് നമുക്ക് ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി സമയങ്ങളിലെല്ലാം ഈ വചനം ഞാൻ ഉരുവിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ നീ കനിഞ്ഞെന്നെ അനുഗ്രഹിച്ചല്ലോ. പൊന്നീശോയെ, ഈ സമയം നിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുക. ഈശോ, ഞാനും നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക. ഈശോയെ, ഈ സമയം നിന്നെ വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിൻ്റെ മക്കളെ ഒന്നും ഈശോയെ നീ കൈവിടരുതേ. അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോകരുതേ. എൻ്റെ അപ്പ, അവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം നീ എത്രയും പെട്ടെന്ന് ഉത്തരം കൊടുക്കണേ ഈശോ. യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. നിൻ്റെ വചനം ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോയെ, യേശുവിൻ്റെ അത്ഭുത വചനത്തിൻ്റെ ശക്തിയാൽ, യേശുവെന്ന അത്ഭുത നാമത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ മേലേക്കുള്ള എല്ലാ കടഭാരങ്ങളും, ജീവിതത്തിലെ വിവിധങ്ങളായ തടസ്സങ്ങളും ഈശോ ഈ സമയം നീ എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ്റെ സങ്കടങ്ങൾ, വേദനകൾ ഈശോ കാണുന്നുണ്ട്.
എത്രയും പെട്ടെന്ന് ഈശോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകട്ടെ. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന്
അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. ഓ ഈശോയെ, ഈ വചനത്തിൻ്റെ വലിയ ശക്തി ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സകല മക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയാൽ കടബാധ്യതകൾ എടുത്തു മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലകൾ, ബിസിനസ് മേഖലകൾ, കൃഷിയിടങ്ങളെല്ലാം കർത്താവേ ഈ വചനത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.